ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല ടീച്ചർ കൂടി ചേർന്നു. ശശികല ടീച്ചർ, ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി നേരിട്ടെത്തി മാതാ അമൃതാനന്ദമയി ദേവിക്ക് സർക്കാരിൻ്റെ പുരസ്കാരം നൽകിയ വാർത്ത പ്രത്യേകിച്ചും വാർത്തകളിൽ വലിയ നിലയിൽ ഇടം നേടിയതാണ്. ഇപ്പോൾ അവരെ ആലപ്പുഴയിലെ അഭിഭാഷക നേതാവ് പക്ഷേ മാതാ അമൃതാനന്ദമയി ദേവിയെയും അതേപോലെ തന്നെ ഹൈന്ദവ ദൈവങ്ങളെയും ഒക്കെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അപ്പോൾ CPM ഒരു വഴിക്ക് അമ്മയെ ആദരിക്കുന്നു, ഹൈന്ദവ വിശ്വാസങ്ങളെയൊക്കെ അംഗീകരിക്കുന്നു, മറുവഴിക്ക് അവർ കിട്ടാവുന്ന ഇടങ്ങളിലെല്ലാം ഹൈന്ദവ ദൈവങ്ങളെയും വിശ്വാസങ്ങളെയും ആരാധന സമ്പ്രദായങ്ങളെയും എല്ലാം താറടിക്കുന്ന നില കൈക്കൊള്ളുന്നു. അതിൻ്റെ ഉദാഹരണമല്ലേ ഈ അഭിഭാഷകന്റെ ഈ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റ്? ശശികല ടീച്ചർ, തീർച്ചയായും CPMന്റെ ആളുകള് അമ്മയെ ആദരിക്കുമ്പോൾ, അമിതമായി സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് തന്നെയായിരിക്കും അമ്മ ആ സ്നേഹം സ്വീകരിച്ചിട്ടുണ്ടാകുക. കാരണം അമ്മയ്ക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. വരുന്ന മക്കൾ അവരെന്ത് ഭാവത്തോടു കൂടി വന്നാലും അമ്മയ്ക്ക് അവരെ മാതൃഭാവേന മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അമ്മ കളങ്കമേതുമില്ലാതെ അദ്ദേഹത്തെ ചുംബിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും. അത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചുംബനം ഏറ്റുവാങ്ങുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും ഒരു മകൻ എന്ന നിലയിൽ. പക്ഷെ അമ്മ ഉള്ളാലെ ചിരിച്ചിട്ടുണ്ടാകും. എന്താണ് CPM എന്ന് അറിയാത്ത ആളല്ലല്ലോ അമ്മ. അമ്മയ്ക്ക് അറിയാത്ത, നമുക്ക് പലപ്പോഴും അമ്മയുമായി സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ഓരോ കാര്യവും എത്ര സൂക്ഷ്മമായാണ് അമ്മ വിലയിരുത്തുന്നതെന്നും എത്ര കാര്യമായാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതെന്നും നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പലപ്പോഴും തോന്നാറുള്ള കാര്യമാണ്. അപ്പോ ഇത് അമ്മയ്ക്ക് മനസ്സിലായതുപോലെ തന്നെ അമ്മയുടെ ഭക്തർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ അടവ് നയം എത്രത്തോളം കഠിനമാണ്. CPM ഉണ്ടാക്കിയ ഒരു ഭാഷയാണ് ഈ അടവ് നയം എന്നുള്ളത്. പക്ഷെ അത് ഇത്ര ഭീകരമാണ് എന്ന് നമ്മളാരും ചിന്തിച്ചില്ല. കാരണം 10 ഹിന്ദു വോട്ട് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി അയ്യപ്പ സംഗമം നടത്തുന്നു, അമ്മയുടെ മുന്നിൽ പോയി സാഷ്ടാംഗം പ്രണമിക്കുന്നു, തലയിൽ ചുംബിക്കുന്നു, ഈ വേഷങ്കത്തൊക്കെ കാണിക്കുമ്പോഴും അവരെന്താണ് എന്നുള്ളതിന്റെ പ്രകടനമാണ്. ജയരാജന്റെ മകന്റെ പോസ്റ്റ് ആകട്ടെ, അതും അല്ലെങ്കിൽ മറ്റേ ഇപ്പൊ ഈ പറഞ്ഞ അഭിഭാഷകന്റെ പോസ്റ്റ് ആകട്ടെ, CPM എങ്ങനെയാണ്? അവര് TK ഹംസമാരുടെ പാർട്ടിയാണ്. അതിൽ നിന്ന് അപ്പുറത്തേക്ക് മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട. അവര് ബ്രിട്ടാസുമാരുടെ പാർട്ടിയാണ്. അതിനപ്പുറത്തേക്ക് അവർ മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പ്ലെയിൻ കയറിപ്പോയി കാലിഫോർണിയയിൽ ചെന്ന് ഇന്റർവ്യൂ എടുത്ത് കാരണം അമ്മയ്ക്കെതിരെ എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച ബ്രിട്ടാസുകാരൊന്നും വംശം മുടിഞ്ഞു പോയിട്ടില്ല. അപ്പൊ അതാണ് CPM ഹൈന്ദവ ധർമ്മവുമായി ബന്ധപ്പെട്ടത്. ആചാര്യന്മാരാകാം, അത് ഈശ്വര സങ്കല്പങ്ങളാകാം, അത് ആചാരങ്ങളാകാം, അതെന്തുമാകാം. അതിനെയെല്ലാം മുച്ചൂടും മുടിപ്പിക്കുക എന്നുള്ളത് ജന്മദൗത്യമായി ഏറ്റെടുത്ത പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അവർക്ക് അവരുടെ പഴയ അടവ് നയം നടക്കാത്തത് കൊണ്ട് അത് പുതിയത് മാറ്റിയെന്നേ ഉള്ളൂ. പണ്ട് അവര് CPMന്റെ CPMന്റെ ഒരു പരിപാടി തുടങ്ങുക വിപ്ലവം ജയിക്കട്ടെ, വിഗ്രഹങ്ങൾ തകരട്ടെ എന്ന് പറഞ്ഞിട്ടായിരുന്നല്ലോ പണ്ട് പാട്ട് വെച്ചിട്ടാണ് പൊതുയോഗങ്ങൾ തുടങ്ങിയത്. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ അതാ കേട്ടിരിക്കുന്നത്. വിപ്ലവം ജയിക്കട്ടെ, വിഗ്രഹങ്ങൾ തകരട്ടെ എന്ന്. അത് തന്നെയായിരുന്നു ഇവരുടെ ലൈൻ. ആ വിഗ്രഹം തകർക്കാൻ കഴിയാത്തത് കൊണ്ട് ഇന്ന് പുതിയ അടവ് നയവുമായി വന്നിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഏതായാലും ഇതില് സാധാരണഗതിയിൽ അമ്മയുടെ ഭക്തരാരും ഇതിൽ വീഴില്ല എന്നുള്ളത് ഉറപ്പ്. പക്ഷെ ഇത്ര നീചമായി പോസ്റ്റിട്ട ഈ വ്യക്തിയെ നിയമത്തിന്റെ പിടിയിലേക്ക് കൊണ്ടുവരണം എന്നുകൂടി ഇത്തരണത്തിൽ ഒരാവശ്യമുണ്ട്. പക്ഷെ ഒരു വഴിക്ക് അമൃതാനന്ദമയിക്ക് സർക്കാരിന്റെ പുരസ്കാരം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ തന്നെ നേരിട്ട് മഠത്തിൽ പോയി നൽകുന്നു. മറ്റൊരു വഴിക്ക് അയ്യപ്പ സംഗമം നടത്തുന്നു. അപ്പോൾ ഈ വിശ്വാസങ്ങളെല്ലാം അംഗീകരിക്കുന്നു. ഇത്തരത്തിലുള്ള ആധ്യാത്മിക നേതാക്കൾക്കെല്ലാം അവർക്ക് ആദരവ് നൽകുന്നു. ഇതൊക്കെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സന്ദേശം വരുത്തി വെക്കുകയും പക്ഷേ പ്രാദേശിക നേതാക്കളെ കൊണ്ട് വളരെ മോശമായി ചിത്രീകരിക്കുകയും. ഇതുകൊണ്ട് എന്താണ് CPM ഉദ്ദേശിക്കുന്നത്? ശശികല ടീച്ചർ, ആദരവ് കൊടുത്തത് അഭിനയമാണ് എന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? ആദരവ് കൊടുത്തതും മൂർധാവിൽ ചുംബിച്ചതും വേഷം കെട്ടാണ് എന്ന് ഇവിടെ ആർക്കാ മനസ്സിലാവാത്തത്? ആ വേഷം കെട്ടിലൂടെ 10 ഹിന്ദു വോട്ട് പോരുമോ എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് നോക്കിയത്. അതാണ് ഞാൻ പറഞ്ഞ അടവ് നയത്തിന്റെ ആ ഭീകരതയാണ് നമുക്ക് അവിടെ ബോധ്യമായത് എന്നുള്ളത്. CPM എത്ര തന്നെ വേഷം കെട്ട് നടത്തിയാലും അവർക്ക് അവരുടെ ഉള്ളിലുള്ളത് ജാത്യാലുള്ളത് തൂത്താ പോവില്ല. അവരുടെ ആ ജാത്യാലുള്ള സ്വഭാവം സനാതന ധർമ്മത്തെ മുടിപ്പിക്കുക. അതാണല്ലോ സ്റ്റാലിനുമായി ഇത്ര കൂട്ടുകെട്ട്. അയ്യപ്പ സംഗമത്തിന് പോലും ഉദ്ഘാടനം നടത്താൻ വിളിച്ചത് ആ കൂട്ടുകെട്ട് അതുകൊണ്ടാണ്. കാരണം സനാതന ധർമ്മം നശിപ്പിക്കുക, സനാതന ധർമ്മത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ അമ്മ ചെയ്യുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ അമ്മയുടെ ആ അനുഗ്രഹം അത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അമ്മയോട് ഉള്ളാലെ ഇഷ്ടം ഉണ്ടാകുമെന്ന് ആരും വിചാരിക്കുന്നില്ല. ഈ അഭിഭാഷകൻ ചെയ്തതൊക്കെയാണ് CPMന്റെ നിറം. അതാണ് CPMന്റെ യഥാർത്ഥ സ്വഭാവം. അപ്പോ ഇത് രണ്ടും ഒപ്പം കാണിക്കുന്നത് രണ്ടു കൂട്ടരെയും തൃപ്തിപ്പെടുത്താനുള്ള അടവ് നയത്തിന്റെ ഭാഗമാണ്. അതായത് അമ്മയിൽ ഭക്തിയുള്ളവരെ ഒരു ഭാഗത്ത്, മറിച്ച് അമ്മയെ വിമർശിക്കുന്നവരെ മറുഭാഗത്ത്. രണ്ടുപേരെയും കയ്യിലെടുക്കാനുള്ള ഒരു ട്രപ്പീസ് കളിയാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ നടത്തിയത്. കാരണം രണ്ടിലും പരാജയപ്പെട്ടു പോകും എന്നുള്ളത് മറ്റൊരു വാസ്തവം. അതെ, വളരെയധികം നന്ദി ശശികല ടീച്ചർ. CPMന്റെ അടവ് നയത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ എന്ന്
ശശികല ടീച്ചർ വിലയിരുത്തുന്നു. ഒരു വഴിക്ക് അമൃതാനന്ദമയി ദേവിക്ക് സർക്കാരിൻ്റെ പുരസ്കാരം നൽകുന്നു, ഹൈന്ദവ വിശ്വാസങ്ങളെ അംഗീകരിക്കുന്നു. മറുവഴിക്ക് പ്രാദേശിക നേതാക്കളെ ഉപയോഗിച്ച് ഈ വിശ്വാസങ്ങളെയും ഹൈന്ദവ ആരാധന സമ്പ്രദായങ്ങളെയും തച്ച് തകർക്കാനുള്ള ശ്രമം. ഇത് അടവ് നയത്തിൻ്റെ ഭാഗമാണ്. ഇത് ഏറ്റവും അവസാനം ഇത് പരാജയം തന്നെ ആയിരിക്കും വരുത്തി വെക്കുക എന്ന് ശശികല ടീച്ചർ വിലയിരുത്തുന്നു.